കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. സെല്ലിന്റെ ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ സെൻട്രൽ ജയിലിലെ സുരക്ഷാ പിഴവുകൾ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സമിതി സന്ദർശനം നടത്തിയ അന്വേഷണമൊക്കെ നടത്തിയത്, പരിശോധനയൊക്കെ നടത്തിയത്. അതിന് തൊട്ട് പിന്നാലെ ഇതാ വരുന്നു ഈ വാർത്ത. വീണ്ടും മൊബൈൽ ഫോൺ കണ്ടെത്തി, അതും ഭിത്തിയിൽ, സെല്ലിന്റെ ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിൽ. എന്താണ് സംഭവം? വിശദ വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഇതിന്റെ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിന് പിന്നാലെ അന്വേഷണ സമിതി അവിടെ നിന്ന് പരിശോധനയൊക്കെ നടത്തിയത്. ഗുരുതര പിഴവുകളൊക്കെ, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെയും അവിടെ കണ്ടെത്തിയിരുന്നു. അവരുടെ പരിശോധനയിൽ നടന്നിരുന്നു. അതിനുശേഷം ഈ സൂപ്രണ്ടുമാരുടെ ഒരു ജോയിന്റ് സൂപ്രണ്ടുമാരുടെ ഒരു സംഘം, 10ഓളം വരുന്ന ആളുകൾ ചേർന്ന് ഇന്നലെ ഒരു പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലാണ് ഈ 10ാം ബ്ലോക്കിലെ സി ഡിവിഷനിൽ 12ാം സെല്ലിൽ നിന്ന് ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു മൊബൈൽ ഫോൺ കൂടെ കണ്ടെത്തുന്നത്. കീപാഡ് ഫോണാണ് ഇത്. മറ്റ് ക്യാമറ സംവിധാനങ്ങളൊന്നുമില്ല. സാധാരണ നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണ് കണ്ടെത്തിയത്. നേരത്തെ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിനു ശേഷം ഈ ഗോവിന്ദസ്വാമിയുടെ മൊഴിയിൽ നിന്ന് തന്നെ ആ കാര്യം വ്യക്തമായിരുന്നു. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. പണം കൊടുത്താൽ അതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഒരുങ്ങും എന്നുള്ള രീതിയിലായിരുന്നു ഗോവിന്ദസ്വാമി മൊഴി നൽകിയിരുന്നത്. ആ മൊഴിയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ രീതിയിൽ തന്നെ മൊബൈൽ ഫോണും ഇയർഫോണുകളും അടക്കം ഈ സെൻട്രൽ ജയിലിൽ നിന്നും പിടികൂടുകയും ചെയ്തിരുന്നു. ഈ തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അനേകം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇത് പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും ഇതിനിപ്പോൾ നടപടിയും എടുത്തിട്ടുണ്ട്.